ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മേജർ ടൈപ്സ് എന്താണ്, പ്രധാനമായിട്ടും FDI എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ് എന്നുള്ളതാണ്. മേജർ ടൈപ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് FDIയും FPIയും ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും. അതിൽ എന്താണ് FDI എന്ന് പറയുന്നത് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? റെസിഡന്റ് ഓഫ് വൺ കൺട്രി ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ ദ ഫെസിലിറ്റീസ്. അവിടെ ഷെയർ മാർക്കറ്റിലല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യണത്, ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റികളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യണത്, ഐദർ ടു മേക്ക് എ പ്രൊഡക്റ്റ് ഓർ എ സർവീസ്. അപ്പോൾ ഒരു രാജ്യത്തെ ആൾക്കാർ വേറൊരു രാജ്യത്തെ ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റികളിൽ ഡയറക്റ്റ്ലി പോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് FDI എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. ഇത് പല തരത്തിലുണ്ട്. അപ്പോൾ നമ്മളതിനെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്യണത് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി. എന്ത് ആക്ടിവിറ്റിയുടെ ബേസിസിലാണ് ഈ FDI നടക്കുന്നത് എന്നുള്ള ബേസിസിലാണ് നമ്മൾ ആദ്യം ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള FDI ഉണ്ട്, വെർട്ടിക്കൽ ആയിട്ടുള്ള FDI ഉണ്ട്, കോൺഗ്ലോമറേറ്റ് ആയിട്ടുള്ള FDI ഉണ്ട്. ആ വെർട്ടിക്കൽ FDIനെ പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫോർവേഡ് വെർട്ടിക്കൽ ആൻഡ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ. നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഹൊറിസോണ്ടൽ FDI? Horizontal FDI ഇത്രയേ ഉള്ളൂ. എ കമ്പനി ഇൻവെസ്റ്റ് ഇൻ ദ സെയിം ബിസിനസ് അബ്രോഡ് ദാറ്റ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഡൊമസ്റ്റിക്കലി. അവന്റെ നാട്ടിൽ എന്ത് ബിസിനസ്സിലാണോ ഓപ്പറേറ്റ് ചെയ്യണത് അതേ ബിസിനസ് തന്നെ അവൻ ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ FDI എന്നാണ് പറയുക. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വാൾമാർട്ട് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അവരുടെ ഷെയർസ് എല്ലാം മേടിച്ചെടുത്തത് ശരിക്കും ഈ പറയുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള FDI ആണ്. അവർ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. വാൾമാർട്ട് അവിടെ ചെയ്യുന്നത് ഇ-കോമേഴ്സ് ബിസിനസ് ഉണ്ട്, ഫിസിക്കൽ കോമേഴ്സ് ബിസിനസ് ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഇവിടെ ഇ-കോമേഴ്സ് ബിസിനസ് ഉണ്ട്. വെർട്ടിക്കൽ FDI എങ്ങനെയെന്ന് വെച്ചാൽ when a company invests in a company business abroad with the objective of locating different stages of production process in different countries. അതായത് ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ സപ്ലയേഴ്സിനെ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് തരുന്ന ആൾക്കാരെ അക്വയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസിലുള്ള ആൾക്കാരെ അക്വയർ ചെയ്യുന്നതിന് തുല്യമാണ്. സോ അതെല്ലാം വെർട്ടിക്കൽ FDI ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബാക്ക്വേർഡ് വെർട്ടിക്കലും ഫോർവേഡ് വെർട്ടിക്കലും. എന്താണ് ബാക്ക്വേർഡ്, എന്താണ് ഫോർവേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ വഴി. മാരുതി സുസുക്കി ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അവർക്ക് വേണ്ട ഒരുപാട് റോ മെറ്റീരിയൽ ഒരെണ്ണമാണ് ടയർ. ഓക്കെ, അപ്പോൾ ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോളോ. അപ്പോൾ മാരുതി സുസുക്കി അപ്പോളോ ടയേഴ്സിനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാക്ക്വേർഡ് വെർട്ടിക്കൽ എന്നാണ് പറയുക. അപ്പോൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പുറകിലേക്ക് നോക്കുമ്പോൾ ഉള്ള ആൾക്കാരെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി അതിന്റെ റോ മെറ്റീരിയൽസ് തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ കോമ്പണൻസ് തരുന്ന ആൾക്കാരിലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാക്ക്വേർഡ് വെർട്ടിക്കൽ എന്നാണ് പറയുക. നേരെ തിരിച്ച് മാരുതി സുസുക്കിയുടെ സർവീസ് പ്രൊവൈഡർ ആണ് ഈ പറയുന്ന സായ് സർവീസ് എന്ന് പറയുന്ന കമ്പനി. മാരുതി സുസുക്കി സായ് സർവീസിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ഫോർവേഡ് വെർട്ടിക്കൽ എന്നാണ്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെയോ അവരെ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോർവേഡ് വെർട്ടിക്കൽ എന്നാണ് പറയുക. ദെൻ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ബിസിനസ് ആയിട്ട് ഒരു തരത്തിലും റിലേഷൻ ഇല്ലാത്ത ഒരു ബിസിനസ്സിലാണ് നിങ്ങൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ കോൺഗ്ലോമറേറ്റ് FDI എന്നാണ് പറയുക. ഒരു എക്സാമ്പിൾ എന്നുള്ളത് പെപ്സി എന്ന് പറയുന്ന കമ്പനി സോഫ്റ്റ് ഡ്രിങ്ക്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഫ്രിട്ടോളെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും എന്ന് ഉറപ്പില്ല, പക്ഷെ നിങ്ങൾ അതിന്റെ പ്രൊഡക്ട്സ് കഴിച്ചിട്ടുണ്ടാവും. ഇത് കഴിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ലേസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഫ്രിട്ടോലെ. അപ്പോൾ രണ്ടും ഈറ്റബിൾസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഒരെണ്ണം കുടിക്കണത് മാനുഫാക്ചർ ചെയ്യണം, വേറെണ്ണം തിന്നണത് മാനുഫാക്ചർ ചെയ്യുന്നു. പക്ഷെ ഒരേ ബിസിനസ് ആണോ? അല്ല, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ് ആണ്. അപ്പോൾ പെപ്സി ഫ്രിട്ടോലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോൺഗ്ലോമറേറ്റ് FDI എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ വേറെയും തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
എങ്ങനെയാണ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നതനുസരിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നും അതുപോലെ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നും വിളിക്കാം. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ പുതിയ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണം ഫ്രം സ്ക്രാച്ച്. അപ്പോൾ ദേ ആർ ഡൂയിങ് എവറിത്തിങ് ഇൻ ദ ഫോറിൻ ലാൻഡ് ഫ്രം സ്ക്രാച്ച്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറയുന്ന പേരാണ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. മക്ഡൊണാൾഡ്സ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ടെസ്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. മക്ഡൊണാൾഡ്സ് എവിടെ പോയാലും ആദ്യം സ്ഥലം മേടിക്കും, എന്നിട്ടാണ് അവരുടെ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരത് ലീസ് ചെയ്തിട്ട് വേറൊരാളെ ബിസിനസ് ചെയ്യിപ്പിക്കുക. ശരിക്കും മക്ഡൊണാൾഡ്സ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ദെൻ അപ്പോൾ ഇവിടെ ക്രിയേഷൻ ഓഫ് അസറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. ക്രിയേഷൻ ഓഫ് അസറ്റ് ഔട്ട്സൈഡ് ദി ഹോം കൺട്രി. ബ്രൗൺ ഫീൽഡ് വെർട്ടിക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഫോറിൻ എന്റർപ്രൈസസിനെ പുറമേ നിന്നുള്ള ഫോറിൻ ഇൻവെസ്റ്റർ വന്ന് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ ഫെസിലിറ്റി ആസറ്റ് ഏറ്റെടുക്കുന്നതിനെ പറയുന്ന പേരാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇതിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അവര് ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ ജെ&എൽ അതും ഓട്ടോമൊബൈൽ കമ്പനികളാണ്. ഇത് ബ്രിട്ടീഷ് കമ്പനികളാണ്. ടാറ്റ ഈ രണ്ട് കമ്പനികളെയും കൂടി അങ്ങ് ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ അത് ബ്രൗൺ ഫീൽഡ് വെർട്ടിക്കലാണ്. ടാറ്റ പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്, പക്ഷെ ഫിസിക്കൽ ഫെസിലിറ്റി ഉള്ള ബിസിനസ്സുകളെ അവര് മുഴുവൻ പൈസ കൊടുത്ത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. 100% സബ്സിഡറി പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഈ ഗ്രീൻ ഫീൽഡ് FDI വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പുതിയ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഫീൽഡ് വെർട്ടിക്കല് എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ മേടിക്കുന്നു എന്നേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് ആണ് ഇവർ തമ്മിൽ മേജറായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് FDI എന്താണ് എന്നുള്ളത്, അതുപോലെ FDIയുടെ ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.